ബോറടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം നിർത്താം കേട്ടോ. നമുക്ക് 1 മണിക്കൂർ ആകുമ്പോൾ നമുക്ക് നിർത്താം ബോറടിക്കുകയാണെങ്കിൽ. കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, എത്ര സമയം വേണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇല്ല, നോ നോ, ഇല്ല സാർ ബോറടിക്കുന്നില്ല, സൂപ്പർ, അങ്ങനെയൊക്കെ പറ, സൂപ്പർ എന്നൊക്കെ പറ, എന്നാലേ എനിക്ക് ഊർജ്ജം കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിൽ കുറച്ച് കമൻസ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെയാണ്, കുറച്ചല്ല, 2 എണ്ണം. ഒരെണ്ണം ഉണ്ട്, ജോർജ് കുട്ടിയുടെ കമൻറ്റ് ഉണ്ട്, അതുപോലെ പിന്നെ എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് വേണ്ട കണ്ടന്റ് ഇല്ല നമ്മൾ ഈ PPT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ത്യയും UAEയും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുക. നിങ്ങൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോൾ വെറുതെ ചോദിച്ചാൽ പോലും ഇപ്പോൾ ഇതുവരെ 2023, 24, 25, 26 എല്ലാത്തിനും രണ്ടാമത് വന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. അവർക്ക് ഭാഗ്യം കുറവാണ്, ഇതുവരെ കപ്പടിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, RCB കപ്പടിച്ചു, അപ്പോൾ ഇവരും അടിക്കുമായിരിക്കും അല്ലേ. ഇന്ത്യയിൽ നോർമലി നോക്കും, ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണേഴ്സ് 26 ഗവർണേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇതുവരെ 53 ചീഫ് ജസ്റ്റിസുമാരുണ്ട്. ഇവിടെയൊന്നും വനിതകളായിട്ടില്ല ആരും. ഇന്ത്യയിൽ പ്രധാന പൊസിഷനിൽ ആരും തന്നെ അങ്ങനെ വനിതകളായിട്ടില്ല. ഇപ്പം ISRO 11 ചെയർപേഴ്സൺസ് വന്നിട്ടുണ്ട്, ആരും ഒരു വനിത വന്നിട്ടില്ല. പക്ഷേ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനിൽ വനിത വന്നിട്ടുണ്ട്. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ദീപക് സാന്ധു ആയിരുന്നു. അപ്പം ആദ്യം വന്നത് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ദീപക് സാന്ധു ആയിരുന്നു. എത്രയും പേര് അടുപ്പിച്ച് പറയുന്ന ആദ്യമായിട്ടാണ്. വെരി ഗുഡ്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു UN 193 മെമ്പേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. 193 മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ 2 ഒബ്സർവേഴ്സ് ഉണ്ട്. ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത് വത്തിക്കാനും പലസ്തീനുമാണ് 2 ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ചോദ്യം, UN അവസാനമായിട്ട് മെമ്പറായ കൺട്രി ആരാണ്? ഏറ്റവും കൂടുതൽ ഏത് ലാംഗ്വേജിനാണ് ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്നത്? ആ ലാംഗ്വേജിൽ നിന്ന് 12 എഴുത്തുകാർക്ക് ഇതുവരെ ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. ഏത് ലാംഗ്വേജിനാണ്?